ഇത് വളരെ കൃത്യമാണ്. ഈ കേസിൻ്റെ ഞാൻ സംഘപരിവാർ പ്രതിനിധി പറഞ്ഞ കേസിനകത്ത് ആസൂത്രിതമായി 10 വയസ്സുള്ളൊരു പെൺകുട്ടി രാഷ്ട്രീയമായി BJPയോട് പക തീർക്കാൻ നിന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിൽ വരുന്ന വളരെ BJP നേതാക്കന്മാർ അധ്യാപകരായി എത്രയോ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പത്മരാജനെ മാത്രം നോട്ട് ചെയ്ത് BJPയോടുള്ള പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയമായ പക തീർത്ത് കളയാമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കരുവാക്കി ഇവിടെ കേസെടുക്കുക. നമ്മളിതിൻ്റെ അത്ഭുതപ്പെടുത്തേണ്ടത് എന്താ? ഒരു അച്ഛനെതിരെ അച്ഛൻ മോശമായി സ്പർശിച്ചു എന്ന് പറഞ്ഞ് അമ്മ മൊഴി കൊടുത്താൽ പോക്സോ കേസെടുക്കുന്ന നാട്ടിലെ നമ്മൾ ആ നാട്ടിലാണ് 1 മാസമായി ഒരു അധ്യാപകനെതിരെ മൊഴി കൊടുത്ത് അറസ്റ്റ് ചെയ്യുന്നില്ല, പോക്സോ വകുപ്പുകൾ ചേർക്കുന്നില്ല. അസാധാരണമായ കാര്യങ്ങൾ സംഭവിച്ചത് ഈ പത്മനാഭന് വേണ്ടിയിട്ടാണ്. ഇവിടെ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു, ഡിവോഴ്സ് കേസുകളിൽ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ പോലും പോലീസ് ഈ പറയുന്ന സ്ത്രീയുടെ മൊഴി, അമ്മയുടെ മൊഴി ഒക്കെ പ്രാഥമികമായി കണക്കിലെടുത്ത് പോക്സോ വകുപ്പുകൾ ഇടുക. ഇവിടെ ഒരു അധ്യാപകനെതിരെ അത്തരം മൊഴി വന്നിട്ടും ഈ കാലതാമസം എന്താ? വളരെ തുടക്കം മുതൽ ഈ പത്മരാജനെ സംരക്ഷിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഒരു സിസ്റ്റം മുഴുവൻ പത്മരാജന് വേണ്ടി നിലവിലുള്ള കൗൺസിലർമാർ, അതുപോലെ കോടതിയിൽ വാദിച്ച ആളുകൾ, ഈ പറയുന്ന DYSPയുടെ അടക്കം ഒരു സംവിധാനം മുഴുവൻ. ഇത് വളരെ കൃത്യമായി കേരളത്തിലെ ഭരണത്തിൽ RSSന്റെ ഡീപ് സ്റ്റേറ്റ് എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണെന്നേ. ഇതിനകത്ത് വളരെ കൃത്യമാണ്. കൗൺസിലർമാരെ കുറിച്ച് ഇപ്പോൾ ബഹുമാന്യയായ മന്ത്രി ശൈലജ ടീച്ചർ എന്താ പറയുന്നത്? ശൈലജ ടീച്ചറെ കുറിച്ച് വലിയ പരിവേഷമല്ല. മലയാള സിനിമയിലെ അമ്മ നടി എന്ന് പറയുന്നത് കവയൂർ പൊന്നമ്മയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ അമ്മയാണ് എന്നല്ലേ അവരെ കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞിരുന്നത്. ഇവരുടെ അമ്മ വേഷം അഴിഞ്ഞു വീണിരിക്കുകയല്ലേ. അവരെക്കുറിച്ച് കോടതി വിധിയിൽ പരാമർശമില്ല എന്ന് പറയുന്നു. ആ കോടതി വിധി വളരെ സ്പഷ്ടമല്ല. ഞാനത് ആവർത്തിക്കുന്നില്ല, സ്മൃതിക്കുകയാണെങ്കിൽ സ്മൃതി വായിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ കൗൺസിലർമാർക്കെതിരെ പരാതി ഇപ്പോഴും പെൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സർക്കാർ നടപടിയെടുത്തിട്ടില്ല. വിധിക്ക് ശേഷമാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ വിധി വന്ന ശേഷമാണ് നടപടിയെടുത്തത്. അതെ, 5 വർഷത്തെ അതിദീർഘമായ കാലയളവിൽ കേരളത്തിലെ മനസാക്ഷിയുടെ സംരക്ഷകയായി എന്ന് പറയുന്ന ടീച്ചറമ്മ എന്ന് എല്ലാവരും വിളിക്കുന്ന, കേരളത്തിലെ മാതൃഹൃദയം എന്ന് പറയുന്ന ശൈലജ ടീച്ചർ ഇതിൽ നടപടിയെടുത്തിട്ടില്ല. 2 കൗൺസിലർമാർ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് പറയുമ്പോഴും അത് നടപടിയെടുക്കേണ്ട ആളാരാ? ഇപ്പോൾ കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുക. എന്നിട്ട് ഈ ഞങ്ങൾ കോടതിയുടെ വിധി ശരിയല്ല എന്നാണ് ശ്രീ RB ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. VR അനൂപ്, അത് അങ്ങ് പറഞ്ഞു തന്നെയാണ് ചോദിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ് ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.